ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാവേലിക്കര മണ്ഡലത്തിൽ പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ്. വീണ്ടും ലോക്സഭയിലേക്ക് വിജയക്കൊയ്ത്തിനിറങ്ങിയ മാവേലിക്കരയുടെ സ്വന്തം MP കൊടിക്കുന്നിൽ സുരേഷിനെ പിടിച്ചുകെട്ടാൻ CPI ഇത്തവണ ഒരു പുതുമുഖമായ അരുൺകുമാറിനെയാണ് രംഗത്തിറക്കിയത്. NDA BDJSലെ ബൈജു കലാശാലയും രംഗത്തിറക്കിയിട്ടുണ്ട്. പ്രീപോൾ സർവേകളിലെല്ലാം പ്രവചിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണയും വിജയക്കൊടി പാറിക്കുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രവർത്തനത്തിലൂടെ ജനവിധി തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള അക്ഷീണ യത്നത്തിലാണ് ഇടതുമുന്നണിയും BJPയും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം. അതായത് 3 ജില്ലകളിലായി പരന്ന് പന്തലിച്ച് കിടക്കുന്ന മാവേലിക്കര മണ്ഡലം. ഭൂമിശാസ്ത്രം പോലെ തന്നെ വൈവിധ്യം നിറഞ്ഞതാണ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവവും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മാവേലിക്കര. മാവേലിക്കരയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത്. ഇടതുമുന്നണി MLAമാരാണ്. 3 സംസ്ഥാന മന്ത്രിമാരും മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. NSS ആസ്ഥാനമായ ചങ്ങനാശ്ശേരിയും കത്തോലിക്ക സഭയുടെ രൂപതകളും വിവിധ ക്രൈസ്തവ സഭകളുടെ ഭദ്രാസനങ്ങളും വിശ്വകർമ്മ സഭയുടെ ആസ്ഥാനവും ഉൾപ്പെടുന്ന മാവേലിക്കരയുടെ ജനവിധിയിൽ അതുകൊണ്ട് തന്നെ സാമുദായിക സഭകളുടെ ശക്തിയും സ്വാധീനവും ചെറുതായി കാണാൻ പറ്റില്ല. അത് ചെറുതല്ല, അത് നിസ്സാരമല്ല. 2009 മുതൽ 2019 വരെ തുടർച്ചയായി 3 തവണ കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ മാവേലിക്കരയെ പ്രതിനിധീകരിച്ചെങ്കിലും ഇടതിനോട് ഐത്തമുള്ളതായി കാണാനാകില്ല. 2004 പ്രമുഖ കോൺഗ്രസ് നേതാവും സിറ്റിംഗ് MPയുമായ രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി CS സുജാതയെ ലോക്സഭയിലേക്ക് അയച്ച ചരിത്രവും മാവേലിക്കരയ്ക്കുണ്ട്. അന്ന് പക്ഷേ മണ്ഡലത്തിൻ്റെ ഘടന ഇതല്ലായിരുന്നു. സംസ്ഥാനത്ത് CPIക്ക് നൽകിയിട്ടുള്ള 4 മണ്ഡലങ്ങളിലൊന്നാണ് മാവേലിക്കര. പക്ഷേ CPI പോലും വിജയപ്രതീക്ഷ പുലർത്തുന്നില്ല. AICC ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളുമായ കൊടിക്കുന്നിലിനെ നേരിടാൻ പറ്റിയ സ്ഥാനാർത്ഥിയല്ല ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അരുൺകുമാർ. 1.5 പതിറ്റാണ്ടായി കൊടിക്കുന്നിൽ തന്നെ മത്സരിക്കുന്നതിനാൽ അണികൾക്കൊപ്പം വോട്ടർമാർക്കും തങ്ങളിൽ ഒരാളാണെന്ന ചിന്തയാണ് കൊടിക്കുന്നിലിനെ കുറിച്ചുള്ളത്. MP എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാണ്. വികസന രംഗത്ത് മുൻനിരയിൽ തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെതിരായ വിധിയെഴുത്തെന്ന നിലയിൽ വിജയം കൊടിക്കുന്നിൽ സുരേഷിന് തന്നെയാണ്. കർഷക ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കുട്ടനാട് ഉൾപ്പെടുന്ന മാവേലിക്കരയിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ്. തെങ്ങ്, റബ്ബർ, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയ വിളകളുടെ വിലത്തകർച്ചയും അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക പരാധീനതയും ഇടതുമുന്നണിയുടെ വിജയപ്രതീക്ഷയ്ക്ക് കരിനിഴൽ വീഴ്ത്തുന്നു. മാത്രമല്ല നല്ലൊരു സ്ഥാനാർത്ഥിയെ പോലും കളത്തിലിറക്കാൻ CPIക്ക് കഴിഞ്ഞില്ല. സിറ്റിംഗ് MP, മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ കേന്ദ്രമന്ത്രി തുടങ്ങിയ നിലകളിൽ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും മാത്രമല്ല ഓരോ വോട്ടർമാരെയും വരെ നേരിട്ടറിയാവുന്ന കൊടിക്കുന്നിലിന് വോട്ടർമാരുമായുള്ള പരിചയവും അടുപ്പവും ഇക്കുറിയും വിജയം സുനിശ്ചിതമാണ്. NSS നേതൃത്വത്തിന് കൊടിക്കുന്നിൽ സുരേഷിലുള്ള വിശ്വാസം ഗുണം ചെയ്യും. SNDPക്ക് ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ് മാവേലിക്കര. കഴിഞ്ഞ തവണത്തെ പോലെ SNDPയും കൊടിക്കുന്നിൽ സുരേഷിനെ പിന്തുണയ്ക്കും. ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കൊടിക്കുന്നിൽ കേന്ദ്രമന്ത്രിയാകുമെന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇടതുമുന്നണിയായാലും കൊടിക്കുന്നിലായാലും പാർലമെന്റിൽ ഒരേ ശബ്ദമാണ്, BJPക്കെതിരായ ശബ്ദം. അപ്പോൾ മാവേലിക്കരക്കാരോട് ഒരു ചോദ്യം: കേന്ദ്രമന്ത്രിയെ വേണോ, വെറും ഒരു MPയെ വേണോ?